കുട്ടിക്ക് കുറച്ച് ചൊറിച്ചിൽ കൂടുതലാണെന്ന് തോന്നുന്നു. ചിന്നക്കുട്ടി ചിന്നക്കുട്ടിയാണെങ്കിലും തൊള്ള വലുതാണെന്ന് തോന്നുന്നു. സുന്ദരി മോളോ, താങ്ക് യു. നല്ല വിശേഷം. ഫുഡ് കഴിച്ച്. വാട്ട് അബൌട്ട് യു? ഫുഡ് കഴിച്ചല്ലോ സാം. HR ക്രിയേഷന് ചിരിക്കാനുള്ള വെറും ചിരി മാത്രമേ ഉള്ളൂ. മുസ്തഫ വി ഹായ്. വീട് എവിടെയാണ്? സ്ഥലം എവിടെ? വീട് മലപ്പുറം മഞ്ചേരി. ആടി കുറച്ച് ചൊറിച്ചിലുണ്ട്, ചൊറിഞ്ഞു തരുമോ? വീട്ടിലാരെങ്കിലും ചൊറിഞ്ഞു തരാനില്ലേ എന്ന് നോക്കി നോക്കി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. എൻ്റെ പേരും ഉപ്പാൻ്റെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരെ. ചൊറിച്ചിൽ ഞാൻ മാറ്റി തരാം കേട്ടോ. പഠിക്കുകയാണോ? യെസ്, ഞാൻ മങ്കാരിയാണ്. ഇന്ന് എഴുതാനുണ്ട്, ഞാനത് നിർത്തി. എനിക്ക് മടുത്ത്. അല്ല കഴിച്ചു. പണിയെടുത്ത് ജീവിച്ചൂടെ മോളെ? ആ പണി എടുത്തോണ്ട് ചേട്ടാ. ഇതിനെന്താ വാഴ പോലെ ഇരിക്കുന്നത്? സ്വന്തമായിട്ട് പറയാനേ പേരും അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വന്നിട്ട് ഈ മെസ്സേജ് അയക്കാം. അല്ല ചിന്നക്കുട്ടി, മിന്നുക്കുട്ടി, പൊന്നുക്കുട്ടി എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ആണാണോ പെണ്ണാണോ ഒന്നും കൂടി ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാർ നമ്മളെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കമൻറ്റ് റെസ്പോണ്ട് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. ഓക്കെ. വഞ്ചാരിയ ബഡേ പെണ്ണാണ്. ചൊറിച്ചിൽ കണ്ടപ്പോൾ തോന്നി. പെണ്ണാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, കറക്റ്റ് ഐഡൻറ്റിറ്റി പറയും, എന്നിട്ട് ഈ സംസാരിക്കാൻ വരും. അപ്പം ഞാൻ ഈ പറയണ കേൾക്കട്ടോ. ക്രിയസ് മുഹമ്മദ് വി പി ഹായ്. എന്നിട്ടിപ്പോൾ കഴിയും. ശിഖണ്ഡി അല്ല എന്നെപ്പോലെ. ഈ എന്താ എൻ്റെ ബാത്റൂമിൽ വന്ന് ഒളിഞ്ഞു വയ്ക്കും ഞാൻ ശിഖണ്ഡിയാണോ എന്നറിയാൻ? ഞാൻ പറഞ്ഞതിനോട് എനിക്ക് സ്വന്തമായിട്ട് ഉപ്പാൻ്റെ പേര് ഉമ്മാൻ്റെ പേര് എനിക്കൊരു പേരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ഈ പേര് ഞാൻ അതിന് കമൻറ്റ് അപ്പം ഞാൻ എനിക്ക് റിപ്ലൈ തരാം കേട്ടോ. അല്ലാതെ ആണാണോ പെണ്ണാണോ ഒന്നും കൂടി അറിഞ്ഞ് രണ്ടും കെട്ടതും കൂടിയാണോ എന്ന് അറിയാതെ ഇങ്ങനെ കമൻറ്റ് റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ബേബി. അൻസാരിസ നാണക്കേട്. കാണണ്ടല്ലോ ചേട്ടാ, കാണാതെക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ? അപ്പു ആർ തള്ളച്ച്. ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഞാൻ പോട്ടെ, പോയി. ബാഡ് കമൻസ് ഇടുന്നവർ സൂക്ഷിച്ചോ, നല്ല ഊക്ക് കിട്ടും. അതെ, ഊക്കേണ്ടി വരും. നീ റൂസ ഫാത്തിമ അല്ലേ? ആണല്ലോ. അഭിഷേക് സുന്ദരി മോൾ, എന്തൊക്കെ വിശേഷം? സുഖം. ആരായി ചൊറി? ഏതോ ഒരു ചൊറിയായിരുന്നില്ലേ? ഞാൻ ഉച്ചക്ക് വന്നിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നു. നോക്കി കിടക്കാൻ നല്ല ഭംഗിയാണ് പാത്തു. നോക്കി കിടക്കട കുട്ട. പൊടി ക്യൂട്ട്നെസ്. ഞാൻ ഇൻ്റെ ലൈവിലല്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇറങ്ങിപ്പൊടി, ഇറങ്ങിപ്പൊടി പിത്തക്കാളി, അങ്ങനെയല്ലേ ഒരു ഡയലോഗില്ലേ? ഇറങ്ങിപ്പൊടി പിത്തക്കാളി. ബ്ലോക്കാക്കി വിടുക. അവിടെ കിടക്കട്ടെ. സമൂഹത്തിൻ്റെ ഒരു പോക്ക് എല്ലാവരും വീക്ഷിക്കട്ടെ. അതെ, എല്ലാവർക്കും പറ്റിയാൽ തന്നെ നല്ല കാര്യം പറയും. മോശമാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇറങ്ങി പോവുക, മനസ്സിലായോ? പിന്നെ അഭിഷേക് വൈറ്റി ഹായ്. എടി കണ്ണാപ്പി ഹലോ. കണ്ണാപ്പി സുശീല പോ അണ്ണാച്ചി. പിന്നെ വാ. ഞാൻ കൊടുക്കണോ? ആരും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ സംസ്കാരം. ഇനി നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും ഓല അതേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്പർ തരുമോ? അതിനെന്താ. ഫിഷിംഗ് ബ്ലോഗ് ഹായ്. ഞാൻ ഓർക്കുന്നു. പാത്തു കൂൾ. യെസ്. ഞാനും മാറിയിട്ടൊന്നും ഇല്ലായിരുന്നില്ലേ? നമുക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. എൻ്റെ നാവ് ചൊറിയരുത്. ഓലത് കണ്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ ഡിഫറൻസ് ഇല്ലാതാവും, മനസ്സിലായോ? കുറച്ചേലും ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഇത്ര പറയുമ്പോൾ തന്നെ ഓർക്ക് കലങ്ങും. അത് കലങ്ങാത്തോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. സുന്ദരി മോളു, പേരെന്താണ്? സ്ഥലം മലപ്പുറം. എടി ഒരു മൂക്കൊരു 10 മീറ്റർ നീളമുണ്ടല്ലോ. എൻ്റെ മുഖത്തല്ലേ? എൻ്റെ മുഖത്ത് അസ്തഗ്ഫിറുല്ലാ. നമ്പരത്താ. ഇവർ നല്ല പോലെ അല്ല ടോക്കാക്കണം. എന്തിനാ എല്ലാവരും ബാഡ് കമൻറ്റ് ഇടുന്നത്? 2 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ ഒരാളെ കുറിച്ച് മോശം പറയുക. ഒന്നില്ലെങ്കിൽ അത് സത്യത്തിൽ മോശമായിട്ട് അത് പക്ഷെ നമുക്ക് കൂടി തോന്നണം, അല്ലെങ്കിൽ വേറൊരാൾക്കും കൂടി തോന്നണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയത് ഒന്ന് കൂടുതൽ ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ മോശമാണെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് അസൂയായിട്ട്. അപ്പം പിന്നെ അങ്ങനത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോമസ് ഹേയ് ബായ്. പോയോ? ഒരു വാക്ക് പറഞ്ഞാൽ മതി. വേണ്ട. പ്രേതമാണോ ഇനി ഇത്? അത് പ്രേതാണടി. പെണ്ണിന് അസൂയ. അത് പെണ്ണാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അസൂയാണ്. മലപ്പുറം മഞ്ചേരി അറിയോ? മുഖക്കുരു ഒരു ഭംഗിയാണ്. അത് ഞാൻ ഭംഗിക്കും വേണ്ടി ഇങ്ങനെ വളർത്തുന്നതാ, വെള്ളമൊക്കെ ഒഴിച്ച്. ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അസ്തഗ്ഫിറുല്ലാ. ഞാൻ വന്നു. യെസ്, വരൂ, എല്ലാവരും വരൂ. സായി പല്ലവി ലുക്ക് ഉണ്ട്. അതുണ്ടാകും. എന്നോട് വേറെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. ഊക്ക് വാങ്ങാനായിട്ട്. ഞാനോ? അതെനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാനോ?